വഴിതെറ്റുന്ന കൗമാരങ്ങൾ. നമസ്കാരം, ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്തിടെ അധികാരത്തിലെത്തിയ അടുത്തടുത്തുള്ള രണ്ട് സർക്കാരുകളാണ് തമിഴ്നാട്ടിൽ സി ജോസഫ് വിജയുടെ TVK സർക്കാരും കേരളത്തിലെ VD സതീശൻ നയിക്കുന്ന UDF സർക്കാരും. ഈ രണ്ട് സർക്കാരുകളും അവരുടെ ഭരണത്തിന്റെ 100ാം ദിന ആഘോഷത്തിലേക്ക് എത്തുകയാണ്. നൂറുദിന കണക്കെടുപ്പിൽ മികച്ച നേട്ടങ്ങൾ രണ്ട് സർക്കാരുകൾക്കുമുണ്ട് എങ്കിലും ഒരു പണമിടത്തൂക്കം മുന്നിൽ നിൽക്കുന്ന വിജയ് ആരെയും കൂസാതെ അതിശക്തമായ ജനക്ഷേമ പരിപാടികൾ ശക്തമാക്കിക്കൊണ്ട് തമിഴ് ജനതയെ മുഴുവൻ കയ്യിലെടുത്തുകൊണ്ട് ദിഗ്വിജയ തേരോട്ടം തുടരുകയാണ്. വിജയ് ഭരണത്തിന്റെ ആദ്യഘട്ട നേട്ടങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാവുകയാണ്. അധികാരമേറ്റ ആദ്യ ദിനം മുതൽ ജനക്ഷേമം, സ്ത്രീ സുരക്ഷ, ലഹരി വിരുദ്ധ പ്രവർത്തനം, കർഷക ക്ഷേമം, നിക്ഷേപം, തൊഴിൽ സൃഷ്ടി എന്നിവയ്ക്ക് മുൻഗണന നൽകിയാണ് വിജയിന്റെ ഭരണം മുന്നേറുന്നത്. പ്രഖ്യാപനങ്ങളെക്കാൾ അവ നടപ്പാക്കുന്നതിലാണ് ഭരണത്തിന്റെ വിജയം അളക്കേണ്ടത് എന്ന സന്ദേശമാണ് ഈ 100 ദിനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. തമിഴ്നാട്ടിലെ പരമ്പരാഗത രാഷ്ട്രീയ പ്രവണതകളിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങളുടെ ആവശ്യങ്ങളും അവരുടെ പൾസുകളും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനനുസൃതമായി ക്ഷേമ പദ്ധതികളാണ് വിജയ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. തനിക്ക് ജനങ്ങളുടെ പണം ആവശ്യമില്ല എന്നും അത് എടുക്കാൻ താൻ ആരെയും അനുവദിക്കുകയില്ല എന്നും ഉച്ചസ്ഥിരം പ്രഖ്യാപിച്ചുകൊണ്ട് വിജയ് തന്റെ ഭരണം തുടങ്ങിയപ്പോൾ തന്നെ തമിഴകത്തെ പരമ്പരാഗത കോട്ടകൊത്തളങ്ങൾ വിറകൊണ്ടതാണ്. അതിപ്പോൾ ജനങ്ങളുടെ അതിശക്തമായ പിന്തുണയുള്ള സർക്കാരായി മാറിയിരിക്കുകയാണ്. അധികാരമേറ്റ ആദ്യ ദിവസം തന്നെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് പ്രതിമാസം 200 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതും സ്ത്രീകൾക്ക് 1000 രൂപ മാസസഹായം വിതരണം ചെയ്തതും വിജയ് സർക്കാരിന്റെ ശ്രദ്ധേയമായ നേട്ടങ്ങളായിരുന്നു. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി പ്രത്യേക സേന രൂപീകരിച്ചതും അഴിമതിക്കെതിരെ പരാതി സംവിധാനം ശക്തമാക്കിയതും വിജയിയുടെ ജനകീയ ഭരണത്തിന്റെ അതുല്യമായ നേട്ടം തന്നെയാണ്. ലഹരിക്കെതിരായ നടപടികളിലും സർക്കാർ ശക്തമായ നിലപാട് സ്വീകരിച്ചത് തമിഴ്നാട്ടിലെ മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടുക്കുമുള്ള ജനങ്ങളുടെ വലിയ പ്രശംസയ്ക്ക് കാരണമായ കാര്യം തന്നെയാണ്. സംസ്ഥാനത്തുടനീളം 65ഓളം ആന്റി നാർക്കോട്ടിക് ടാസ്ക് ഫോഴ്സ് യൂണിറ്റുകൾ രൂപീകരിച്ചതും സ്കൂളുകളും ആരാധനാലയങ്ങളും ഉൾപ്പെടെയുള്ള സെൻസിറ്റീവ് പ്രദേശങ്ങൾക്ക് സമീപമുള്ള 717 ടാസ്മാക് ഔട്ട്ലെറ്റ്സുകൾ അടച്ച നടപടികൾ രാജ്യവ്യാപകമായി വിജയ്ക്ക് വലിയ പിന്തുണ നേടിക്കൊടുത്ത കാര്യം തന്നെയാണ്. വിജയ് സർക്കാർ ശക്തമായി ചേർത്ത് പിടിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ കർഷകരെയാണ്. സഹകരണ ബാങ്കുകളിൽ നിന്നുള്ള 75,000 രൂപ വരെയുള്ള വിള വായ്പകൾ എഴുതിത്തള്ളുന്ന പദ്ധതിയിലൂടെ പ്രയോജനം ലഭിച്ചിരിക്കുന്നത് ഏകദേശം 14.43 ലക്ഷം കർഷകർക്കാണ്. സർക്കാരിന് 5,932 കോടിയുടെ സാമ്പത്തിക ബാധ്യത വരുന്ന ഈ നടപടി കർഷകർക്കായുള്ള അടിയന്തര ആശ്വാസം തന്നെയാണ്. സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിലും സർക്കാർ വലിയ ലക്ഷ്യങ്ങളാണ് തമിഴ്നാട് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ആദ്യ 100 ദിവസത്തിനുള്ളിൽ 1 ലക്ഷം കോടിയിലധികം നിക്ഷേപ സമ്മതപത്രങ്ങൾ ലഭിച്ചതായും ഏകദേശം 1.2 ലക്ഷം തൊഴിലവസരങ്ങൾ ലക്ഷ്യമിടുന്നതായും സർക്കാർ പറയുന്നു. പ്രഥമ ഇൻവെസ്റ്റ്മെന്റ് കോൺക്ലേവിൽ 67,542 കോടിയുടെ 97 കരാറുകൾ ഒപ്പുവെച്ചതും ശ്രദ്ധേയമാണ്. വിദ്യാഭ്യാസവും യുവജനക്ഷേമവും ഭരണത്തിന്റെ മറ്റൊരു പ്രധാന മുൻഗണനയായി ഉയർത്തിക്കാട്ടപ്പെടുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് വലിയ ബജറ്റ് വിഹിതം, സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ലാപ്ടോപ്പുകൾ, സൈക്കിൾ വിതരണം, സ്കിൽ ഡെവലപ്മെന്റ് പദ്ധതികൾ തുടങ്ങിയവ യുവതലമുറയെ കേന്ദ്രീകരിച്ചുള്ള ഇടപെടലുകളാണ്. സർക്കാർ ജീവനക്കാർക്ക് DA വർധനയും വിവിധ ക്ഷേമ പദ്ധതികളും വിജയ് സർക്കാർ നൽകി. തമിഴ്നാട്ടിലെ MLA-മാരുടെ മണ്ഡലതല പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി എല്ലാ MLA-മാർക്കും പുതിയ വാഹനങ്ങളും വിവിധ അലവൻസുകളും നൽകും എന്നുള്ള മുഖ്യമന്ത്രി സി ജോസഫ് വിജയുടെ നിയമസഭയിലെ പ്രഖ്യാപനം കക്ഷിഭേദമന്യേ എല്ലാ അംഗങ്ങൾക്കും വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തെ 234 MLA-മാർക്കും ഔദ്യോഗിക വാഹനം നൽകുന്നതിനൊപ്പം വാഹനത്തിന്റെ ഇന്ധനം, ഡ്രൈവർ, പരിപാലനം എന്നിവയ്ക്കായി പ്രതിമാസം 75,000 രൂപയും ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഒരു അസിസ്റ്റന്റിനെ നിയമിക്കുന്നതിന് 25,000 രൂപയും അനുവദിക്കും എന്നാണ് വിജയ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ പരാതികൾ നേരിട്ട് കേൾക്കാനും സർക്കാർ പദ്ധതികളുടെ പ്രവർത്തനം മണ്ഡലത്തിൽ കാര്യക്ഷമമാക്കി നിരീക്ഷിക്കാനുമാണ് ഈ സൗകര്യങ്ങൾ ലക്ഷ്യമിടുന്നത് എന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. വിജയിയുടെ ഈ വമ്പൻ പ്രഖ്യാപനത്തിന് പിന്നാലെ നിയമസഭയിൽ തികച്ചും വ്യത്യസ്തമായൊരു രംഗവും അരങ്ങേറുകയുണ്ടായി. ഭരണകക്ഷിയായ തമിഴക വെട്രി കഴകം MLA K. സിന്ധു മുഖ്യമന്ത്രിയെ പ്രശംസിച്ച് പാട്ടുപാടുകയും നന്ദി അറിയിക്കുകയും ചെയ്തു. സംഭവത്തിൽ മുഖ്യമന്ത്രിയും സ്പീക്കറും മറ്റംഗങ്ങളും ചിരിച്ചുകൊണ്ട് പ്രതികരിച്ചു എങ്കിലും അത് കേട്ട് അമ്പട ഞാനെ എന്ന ഭാവത്തിൽ ഞെളിയാൻ വിജയ് തയ്യാറായില്ല എന്ന് മാത്രമല്ല മുഖസ്തുതി തനിക്ക് ഇഷ്ടമല്ല എന്ന് തുറന്ന് വ്യക്തമാക്കുകയും
തന്നെ അതിരുവിട്ട് പ്രശംസിക്കുന്ന പ്രസംഗങ്ങൾ അനുവദിക്കരുതെന്ന് സ്പീക്കറോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതോടെ ഇത്തരം പ്രശംസകൾ ഒഴിവാക്കണമെന്ന് സ്പീക്കർ MLA-മാരോട് നിർദ്ദേശിക്കുകയും ചെയ്തു. MLA-മാർക്ക് സൗകര്യങ്ങൾ പ്രഖ്യാപിച്ച അതേ വേളയിൽ തന്നെ വ്യക്തിപൂജയ്ക്കും മുഖസ്തുതിക്കും നിയന്ത്രണം വേണമെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് അമ്മയുടെ മുന്നിൽ മുട്ടിലിടഞ്ഞ് മാത്രം ശീലിച്ച തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ വിപ്ലവകരമായ ചലനം ചെറുതല്ലാത്തതാണ്. കിറ്റെറിഞ്ഞ് ആളെ വീഴ്ത്തിയ കേരള രാഷ്ട്രീയത്തിലെ കാലഹരണപ്പെട്ട ചില രാഷ്ട്രീയക്കാർ ഒരിക്കൽ തങ്ങളെ സ്തുതിച്ചും പുകഴ്ത്തിയും പാട്ട് ഉണ്ടാക്കി പാടുന്നതും തിരുവാതിര കളിക്കുന്നതും തീയിൽ പറക്കുന്ന കഴുകൻ എന്നുമൊക്കെ വിളിക്കുന്നതും കേട്ട് ഞെളിഞ്ഞ് വേദിയിലിരുന്നത് ഓർത്ത് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മനം പുരട്ടലും കടുത്ത ലജ്ജയും തോന്നുകയാണ്. തമിഴ്നാടിന് പിന്നാലെ ഭരണത്തിന്റെ 100ാം ദിനത്തിലേക്ക് അടുക്കുന്ന കേരളത്തിലെ VD സതീശൻ സർക്കാരും മികച്ച നേട്ടങ്ങൾ തന്നെ ഉണ്ടാക്കി കേരളത്തിലെ ജനങ്ങൾക്ക് നല്ലൊരു ഭരണം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്രയും ലഹരിക്കെതിരെയുള്ള അതിശക്ത നീക്കമായ ഓപ്പറേഷൻ തൂഫാനും ഗുണ്ടായിസത്തെ അടിച്ചമർത്താൻ തുടരുന്ന ഓപ്പറേഷൻ ഗ്രിപ്പും ആരോഗ്യ മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ശക്തമായ നടപടികളും VD സതീശൻ ഭരണത്തിന്റെ നേട്ടം തന്നെയാണ്. എന്നാൽ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ പല കാര്യങ്ങളും ഇതുവരെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന നിരാശാജനകമായ കാര്യം കൂടി ഓർത്തിരിക്കേണ്ടതുണ്ട്. തമിഴ്നാട്ടിൽ വിജയ 717 മദ്യശാലകൾ അടച്ചുപൂട്ടിയെങ്കിൽ അത്തരത്തിലുള്ള ശക്തമായ മദ്യശാല പൂട്ടലിന് വർഷങ്ങൾക്ക് മുൻപ് തുടക്കമിട്ടത് ആദരണീയനായ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു. കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹത്തിന്റെ ആ ഭരണ നേട്ടം പിണറായി വന്ന് തല്ലി തകർത്തുവെങ്കിലും വിജയിയേക്കാൾ ആവേശത്തോടെ അത് നടപ്പിലാക്കേണ്ടത് VD സതീശനായിരുന്നു. അതുണ്ടായില്ല എന്ന് മാത്രമല്ല, വീര്യം കുറഞ്ഞ മദ്യം സുലഭമാക്കാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ വരുമാന പരിധി പരിഗണിക്കാതെയും 5 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതി പോലും കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല എന്ന വിമർശനവും ഇപ്പോൾ ശക്തമായി ഉയരുകയാണ്. ഇവിടെയാണ് തമിഴ്നാട്ടിലെ വിജയ് സർക്കാർ പ്രഖ്യാപിച്ച ആരോഗ്യ പദ്ധതി ശ്രദ്ധേയമാകുന്നത്. സംസ്ഥാനത്തെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വരുമാന പരിധിയില്ലാതെ എല്ലാ രോഗങ്ങൾക്കും എല്ലാത്തരം വിദഗ്ധ ചികിത്സകളും സൗജന്യമായി ലഭ്യമാക്കുമെന്നാണ് ആരോഗ്യമന്ത്രി KG അരുൺ രാജ് നിയമസഭയിൽ പ്രഖ്യാപിച്ചത്. തമിഴ്നാട്ടിലെ 70 വയസ്സ് കഴിഞ്ഞ ഏകദേശം 38 ലക്ഷം പേർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഇത്തരത്തിലുള്ള സമഗ്രമായ നടപടികളാണ് വയോജനങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥ മാറ്റമുണ്ടാക്കുക. ഒരു പുതിയ വകുപ്പ് രൂപീകരിച്ച് ഏതാനും പേർക്ക് മാത്രം തൊഴിൽ നൽകുന്നത് കൊണ്ട് വയോജനങ്ങൾക്ക് കാര്യമായ പ്രയോജനം ലഭിക്കില്ല. മറിച്ച് അവർക്ക് സത്വരവും നേരിട്ട് ആശ്വാസമാകുന്ന ആരോഗ്യ പരിരക്ഷാ പദ്ധതികളാണ് അനിവാര്യമായിരിക്കുന്നത്. വയോജന വകുപ്പ് സൃഷ്ടിച്ചതിൽ കൈയടിച്ച ഓരോ വയോജനങ്ങളും കാലയവനികയ്ക്കുള്ളിൽ മറയുന്നതുവരെ പദ്ധതികൾ വെച്ച് താമസിപ്പിക്കരുത്. കേരളത്തിലെ സർക്കാർ വിജയ് ഭരണത്തെ റഫറൻസായി കാണേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കാതെ തരമില്ല. സൗജന്യ ഇൻഷുറൻസും മറ്റ് ഇന്ദിരാ ഗ്യാരണ്ടികളും വാഗ്ദാനമായി തന്നെ അവശേഷിക്കെ വിജയ് കാണിച്ചു തരുന്ന മാതൃക കേരള മുഖ്യമന്ത്രി കണ്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. സമ്മിശ്ര പ്രതികരണം സൃഷ്ടിച്ച പ്രിയദർശിനിയും ജനം ആവേശത്തോടെ ഏറ്റെടുത്ത തൂഫാനും കടന്ന് കേരള ഭരണം അതിവേഗം ബഹുദൂരം മുന്നോട്ട് കൊണ്ടുപോകാൻ VD സതീശൻ സർക്കാരിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കുട്ടിക്കാലത്തിനും യൗവനത്തിനുമിടയിലെ ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് കൗമാരം. സ്വപ്നങ്ങളും കൗതുകങ്ങളും പുതിയ അനുഭവങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകേണ്ട ഈ കാലഘട്ടം ശരിതെറ്റുകളെ തിരിച്ചറിയാൻ കഴിയാത്തതും കൗതുകം ഉണർത്തുന്നതും ആയതിനാൽ ചില കുട്ടികൾ ക്രമേണ തെറ്റായ വഴികളിലേക്ക് വഴുതി വീഴുന്ന കാലം കൂടിയാണ് ഇത്. ലഹരി ഉപയോഗം മുതൽ അക്രമ പ്രവർത്തനങ്ങളും കുറ്റകൃത്യങ്ങളും കൊലപാതകങ്ങളും വരെ കൗമാരക്കാരിലൂടെ സമൂഹത്തിൽ വർദ്ധിക്കുമ്പോൾ കുറ്റപ്പെടുത്തലുകൾക്ക് അപ്പുറം അതിനു പിന്നിലെ കാരണങ്ങളിലേക്ക് സമൂഹം തിരിഞ്ഞു നോക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കുടുംബ പശ്ചാത്തലത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ചില അസ്വസ്ഥതകൾ, മാതാപിതാക്കളുടെ അസാന്നിധ്യം, അമിത നിയന്ത്രണമോ അവഗണനയോ, ബലഹീനതകളെ ചൂഷണം ചെയ്യാൻ മടിക്കാത്ത സൗഹൃദ ബന്ധങ്ങൾ, ദൈവഭയത്തിൽ ഊന്നിയുള്ള ജീവിത പരിശീലനത്തിന്റെ അഭാവം, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഇന്റർനെറ്റിന്റെയും അനിയന്ത്രിതമായ ഉപയോഗം, സിനിമയുടെ സ്വാധീനം, കൗതുകം, എടുത്തുചാട്ടം തുടങ്ങിയ നിരവധി ഘടകങ്ങൾ കൗമാരക്കാരുടെ സ്വഭാവത്തെയും തീരുമാനങ്ങളെയും സ്വാധീനിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ശാരീരികവും മാനസികവുമായ വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ അതിനിർണായകമായ പ്രായത്തിൽ ശരിയായ മാർഗനിർദ്ദേശങ്ങളും സ്നേഹവും പിന്തുണയും ലഭിക്കാതെ വരുമ്പോൾ തെറ്റായ തീരുമാനങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത 10 മടങ്ങ് വർദ്ധിക്കുകയാണ്. കുട്ടികളാരും അക്രമികളോ ക്രിമിനലുകളോ ആയി ജനിക്കുന്നവരല്ല. എന്നാൽ അവരുടെ വളർച്ചയുടെ നിർണായകമായ ഘട്ടത്തിൽ അവർക്ക് ലഭിക്കേണ്ട പലതും നഷ്ടപ്പെടുന്നതും ഇന്നത്തെ നമ്മുടെ നാട്ടിലെ സാമൂഹ്യ സാഹചര്യങ്ങളും ചേർന്നാണ് എന്തുതരം ക്രൂരതയിലും നിർവികാരരായ കുട്ടികളെ രൂപപ്പെടുത്തുന്നത്.
ഇന്ന് കേരളം നേരിടുന്ന വലിയ സാമൂഹ്യ ഭീഷണികളിൽ ഒന്നായ ലഹരി വ്യാപനത്തോടൊപ്പം ഈ നാളുകളിൽ ഇറങ്ങുന്ന വയലൻസിനെ മഹത്വവൽക്കരിക്കുന്ന സിനിമകളുടെയും സോഷ്യൽ മീഡിയയുടെയും സ്വാധീനങ്ങളും ഈ തലമുറകളെ നന്നായി തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവുകളാണ് കേരളത്തിൽ കൗമാരക്കാരിൽ കണ്ടുവരുന്ന ആക്രമണ ആസക്തിയും വയലൻസും. കഥ എന്താണെന്നോ ആശയം എന്താണെന്നോ മനസ്സിലാകാത്ത ഇത്തരം സിനിമകൾ ലഹരിയും വയലൻസും പൈശാചികതയും മാത്രം കുത്തി നിറച്ച് കോടികൾ വാരുന്ന ബ്ലോക്ക് ബസ്റ്ററുകളായി മാറുകയാണ്. അക്രമത്തെ ശക്തിയുടെ പ്രതീകമായും പ്രശ്നപരിഹാരത്തിനുള്ള എളുപ്പവഴിയായും അവതരിപ്പിക്കുന്ന ഉള്ളടക്കം കുട്ടികൾ നിരന്തരം കാണുമ്പോൾ അതിന്റെ സ്വാധീനത്തെക്കുറിച്ച് സമൂഹം ചിന്തിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലെ ഷോർട്ട് വീഡിയോകളും കുറ്റകൃത്യങ്ങളെ ആഘോഷിക്കുന്ന ഉള്ളടക്കങ്ങളും വളരെ വേഗത്തിൽ കുട്ടികളിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ വഴി തെറ്റുന്ന ഒരു കൗമാരക്കാരനും കുറ്റവാളി എന്ന് ചാപ്പ അടിക്കപ്പെടേണ്ടവനല്ല. മറിച്ച് പലപ്പോഴും അവരുടെ പിന്നിൽ കേൾക്കപ്പെടാത്ത വേദനകളും പരിഹരിക്കപ്പെടാത്ത കുടുംബ പ്രശ്നങ്ങളും ശ്രദ്ധിക്കപ്പെടാത്ത മാനസിക സംഘർഷങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ശിക്ഷിക്കുന്നതിനേക്കാൾ തിരുത്തുകയും അകറ്റി നിർത്തുന്നതിനേക്കാൾ ചേർത്ത് പിടിക്കുകയും കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ കേൾക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം കുടുംബത്തിനും വിദ്യാലയങ്ങൾക്കും സമൂഹത്തിനുമുണ്ട്. വഴിതെറ്റുന്ന കൗമാരങ്ങളെ ശരിയായ ദിശയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നത് ഒരു കുടുംബത്തിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല, അത് സമൂഹത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്വം കൂടിയാണ്. കൗമാരകാലം വ്യക്തിത്വവും സ്വഭാവവും രൂപപ്പെടുന്നതും ജീവിതത്തിന്റെ അതിനിർണായകവുമായ ഘട്ടമാണ്. ഈ പ്രായത്തിൽ കുട്ടികൾക്ക് ലഭിക്കുന്ന സൗഹൃദങ്ങളും ചുറ്റുപാടുകളും അനുഭവങ്ങളും അവരുടെ ഭാവിയെ വലിയ രീതിയിൽ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് കൗമാരക്കാരെ വഴിതെറ്റിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നായി ഡിജിറ്റൽ ഗാഡ്ജറ്റുകളുടെയും സോഷ്യൽ മീഡിയയുടെ അനിയന്ത്രിതമായ ഉപയോഗത്തെയും കാണേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുകയാണ്. സാങ്കേതിക വിദ്യ സ്വതവേ ഒരു ദോഷകരമായ ഒരു വസ്തുതയല്ല. പഠനത്തിനും അറിവിനും ആശയവിനിമയത്തിനും സൃഷ്ടിപരമായ പ്രവർത്തനങ്ങൾക്കും അത് വലിയ സാധ്യതകൾ തന്നെയാണ് തുറന്നു കൊടുക്കുന്നത്. എന്നാൽ പ്രായത്തിന് അനുയോജ്യമല്ലാത്ത ഉള്ളടക്കത്തിലേക്ക് കൗമാരങ്ങൾ പ്രവേശിക്കുന്നതും സമയപരിധിയില്ലാത്ത ഉപയോഗവും മാതാപിതാക്കളുടെ മേൽനോട്ടമില്ലായ്മയും ഈ സാങ്കേതിക വിദ്യകൾ കൗമാരക്കാരുടെ ജീവിതത്തെയും ജീവനെ തന്നെയും നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സ്മാർട്ട് ഫോണുകളാണ് ഇതിൽ പ്രധാനപ്പെട്ട വില്ലൻ ആവാറുള്ളത്. സോഷ്യൽ മീഡിയ, വീഡിയോ പ്ലാറ്റ്ഫോമുകൾ, മെസ്സേജിംഗ് ആപ്പുകൾ തുടങ്ങിയവയിലൂടെ കൗമാരക്കാർക്ക് പരിചയമില്ലാത്ത ആളുകളുമായി പോലും എളുപ്പത്തിൽ ബന്ധപ്പെടാൻ കഴിയുന്നു. വ്യാജ അക്കൗണ്ടുകൾ, വ്യാജ സൗഹൃദങ്ങൾ, ഓൺലൈൻ ചതികൾ, സൈബർ ബുള്ളിയിങ്, ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങിയ അപകടങ്ങളിൽ അവർ അകപ്പെടാനുള്ള സാധ്യതകളുണ്ട്. പ്രായത്തിന് അനുയോജ്യമല്ലാത്ത ലൈംഗിക ഉള്ളടക്കങ്ങളും മറ്റ് ഹാനികരമായ ഉള്ളടക്കങ്ങളും കുട്ടികളുടെ കൗതുകത്തെയും ആകാംക്ഷയെയും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. എന്നാൽ അതെല്ലാം അവരുടെ മാനസിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓൺലൈൻ ഗെയിമിംഗ് ആണ് മറ്റൊരു പ്രധാന പ്രശ്നം. വിനോദത്തിനായി ഉപയോഗിക്കുന്ന ഗെയിമുകൾ അമിതമായി ഉപയോഗിക്കുമ്പോൾ പഠനം, ഉറക്കം, കുടുംബ ബന്ധങ്ങൾ, ശാരീരിക പ്രവർത്തനങ്ങൾ എന്നിവയെ ബാധിക്കാം. ചില ഗെയിമുകളിലെ അക്രമകരമായ ഉള്ളടക്കം കുട്ടികളിൽ അക്രമത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ വളർത്താനും സാധ്യതയുണ്ട്. കൂടാതെ സ്മാർട്ട് വാച്ചുകൾ, ബ്ലൂടൂത്ത് ഉപകരണങ്ങൾ, ക്യാമറകൾ തുടങ്ങിയ ഉപകരണങ്ങളും ഉത്തരവാദിത്തമില്ലാതെ ഉപയോഗിക്കുമ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കും മറ്റുള്ളവരുടെ സ്വകാര്യത ലംഘിക്കുന്നതിനും ഇത്തരം സാങ്കേതിക വിദ്യ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തോടൊപ്പം അതിന്റെ നിയമപരവും ധാർമ്മികവുമായ ഉത്തരവാദിത്വവും കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ നിർണായകമായ ഒരു നിർദ്ദേശമായിരുന്നു ഷെക്കേന നടത്തിയ ചർച്ചയിൽ പങ്കെടുത്ത ഫാദർ സജി വട്ടുകളത്തിൽ പറഞ്ഞത്. പലപ്പോഴും ഈ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ റൂമിൽ കയറി മുറി അടച്ചിട്ടിട്ട് ഇരിക്കുന്ന കുട്ടികളും അതുപോലെ ഈ പഠനത്തിൽ പിന്നോക്കം വരുന്ന കുട്ടികളും വളരെ പെട്ടെന്ന് സൗഹൃദം നഷ്ടപ്പെടുന്ന കുട്ടികളും ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികളും അങ്ങനെയുള്ള കുട്ടികളൊക്കെ നമ്മുടെ ഗൗരവമായ ശ്രദ്ധയിൽ പെടേണ്ട ഒരു കാര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഇതിൽ നിന്ന് രക്ഷപ്പെടാനെന്ന് പറഞ്ഞപ്പോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓസ്ട്രേലിയ ലോകത്തിന് മുമ്പിൽ തന്നെ വെച്ച ഒരു മാതൃക എന്ന് പറഞ്ഞിട്ടാണ് അവർ അവതരിപ്പിച്ചത്. വളരെ ഭംഗിയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് കുട്ടികൾ ഉപയോഗിക്കുന്ന, കൗമാരക്കാർ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിമിതപ്പെടുത്തുകയും ഒട്ടുമിക്ക അക്കൗണ്ടുകൾക്ക് നിയന്ത്രണം കൊണ്ടുവരികയും ചെയ്തു എന്നുള്ള ഒരു കാര്യമാണ്. അത് ലോകത്തിലെ പല രാജ്യങ്ങളും ഇതിനു മുമ്പും അതിനുശേഷവും ഉണ്ട്. ഇപ്പൊ സ്പെയിനില് അത്തരത്തിലുള്ള ചെറിയ ഇനീഷ്യേറ്റീവ് ഉണ്ട്, പോർച്ചുഗലിൽ അത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവ് ഉണ്ട്. നമ്മുടെ രാജ്യത്താണെങ്കിൽ ഇപ്പൊ ഗോവയിൽ ഈ കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് തന്നെ ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല, പക്ഷെ നിയമം വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മറ്റേതൊരു നിയമത്തിന്റെയും ഒരു കാലതാമസം പോലെ ഇത്തരം ഒരു കാര്യം വൈകരുത് എന്നുള്ളതാണ് ഗവൺമെന്റിനോടുള്ള ഒരു അഭ്യർത്ഥനയും കൂടി. അപ്പൊ അതുകൊണ്ട് ഇത് കുട്ടികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, അടുത്ത ഒരു ജനറേഷന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തരം
ഈ ഗെയിമുകളെയും മറ്റു കാര്യങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുകയും ഈ കൗമാരക്കാരുടെ സോഷ്യൽ മീഡിയയിലുള്ള ഇടപെടലുകളെ പരിമിതപ്പെടുത്തുകയും അത് പരിമിതപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ അത് പാരന്റ്സിനും കൊടുക്കണം, അധ്യാപകർക്കും കൊടുക്കണം, ഈ കുട്ടികളുമായി ബന്ധപ്പെടുന്ന എല്ലാ ആളുകൾക്കും കൊടുക്കണം. അതും അനിവാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വെർച്വൽ റിയാലിറ്റി പോലെയുള്ള സാങ്കേതിക വിദ്യകളും അമിതമായി ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥ ജീവിതത്തിലെ ഇടപെടലുകളിൽ നിന്ന് കുട്ടികളെ അകറ്റാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് സ്വതവേ അപകടകരമാണ് എന്ന് പറയാനാവില്ല. ഉപയോഗിക്കുന്ന ഉള്ളടക്കവും സമയവും നിയന്ത്രിക്കുന്നതാണ് പ്രധാനപ്പെട്ടത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതങ്ങളിൽ ഒന്ന് സ്ക്രീൻ അധിഷ്ഠിത ജീവിതശൈലിയാണ്. മണിക്കൂറുകളോളം സ്ക്രീനിന് മുന്നിൽ ചെലവഴിക്കുന്നത് ഉറക്കക്രമം തകരാനും ശാരീരിക പ്രവർത്തനം കുറയാനും പഠനത്തിൽ ശ്രദ്ധ കുറയാനും കുടുംബാംഗങ്ങളുമായുള്ള നേരിട്ടുള്ള ആശയവിനിമയം കുറയാനും കാരണമാകാം. ക്രമേണ യഥാർത്ഥ ലോകത്തേക്കാൾ ഡിജിറ്റൽ ലോകത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന അവസ്ഥയും ഉണ്ടാകാം. ഇത് തടയാനും ഇതിന് പരിഹാരം കാണാനും ഗാഡ്ജറ്റുകൾ പൂർണ്ണമായി നിരോധിക്കുന്നതല്ല, ഉത്തരവാദിത്തോടെ ഉപയോഗിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുകയാണ് വേണ്ടത്. കൗമാരക്കാരുടെ കയ്യിലെ ഗാഡ്ജറ്റ് ഒരു ഉപകരണം മാത്രമാണ്. അത് അവരുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ശക്തിയായി മാറാതിരിക്കാൻ മുതിർന്നവരുടെ ശ്രദ്ധയും മാർഗനിർദ്ദേശവും അനിവാര്യമാണ്. സാങ്കേതിക വിദ്യയിൽ നിന്ന് കുട്ടികളെ അകറ്റുകയല്ല വേണ്ടത്, മറിച്ച് അതിനെ സുരക്ഷിതമായും ഉത്തരവാദിത്വത്തോടെയും ഉപയോഗിക്കാൻ അവരെ പ്രാപ്തരാക്കുകയാണ് വേണ്ടത്. മാതാപിതാക്കന്മാരുടെ അത്തരം ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഷെക്കേന നടത്തിയ ചർച്ചയിൽ പങ്കെടുത്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ റോണിയ റോജി പറഞ്ഞത് ഇങ്ങനെയാണ്. ഇന്ന് വളരെയധികം പാരന്റ്സ് തെറ്റായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഫോൺ കൊടുക്കുന്നത്. അതുപോലെ കൂടുതലും പാരന്റ്സ് അവരൊന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു അവർ കണ്ടെത്തുന്ന ഒരു ഉപാധിയാണ് ഈ ഫോൺ കൊടുക്കുക എന്ന് പറയുന്നത്. പക്ഷേ ഇത് അവരുടെ കുട്ടികൾക്ക് എത്രമാത്രം മാനസിക വളർച്ചയും അവരുടെ ശാരീരിക വളർച്ചയും എല്ലാം ബാധിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത് പലപ്പോഴും ഈ മാതാപിതാക്കൾ ചിന്തിക്കുന്നില്ല. ചെറിയ കുട്ടികൾക്ക് പോലും ഇപ്പൊ കണ്ണിന് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ ചിലവരുടെ ബുദ്ധി വളർച്ചേനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തില് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പല കുട്ടികളിലും അമിതമായിട്ടുള്ള വാശി, ദേഷ്യം എല്ലാം കണ്ടുവരുന്നത് ഈ ഒരു ഇത് കാരണമാണ്. ഇതിലൊരു ഏറ്റവും പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികള് കണ്ടു വളരുന്നതാണ്. ഈ ഒരു ഫോണിൽ അവര് എന്ത് വേണമെങ്കിലും കാണാം, അതിൽ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. കുട്ടികള് വളരെ അപകടകരമായിട്ടുള്ള കാര്യങ്ങൾ കാണാം, അവരത് അനുകരിക്കാനായിട്ട് ശ്രമിക്കും. കുട്ടികൾക്ക് അറിയില്ല ശരി ഏതാണ് തെറ്റേതാണെന്ന് അവർക്ക് അറിയില്ല. അവർക്ക് എല്ലാത്തിനും ഒരു ക്യൂരിയോസിറ്റി ആണ്. എന്ത് കാണുമ്പോഴും അത് ചെയ്യണം, അതെന്താണ് എല്ലാം അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ആണ് കുട്ടികളിൽ ഉണ്ടാവുക. അപ്പോ പാരന്റ്സ് പ്രോപ്പർ ആയിട്ട് കുട്ടികൾ എന്താണ് കാണുന്നത് എന്നുള്ളത് മോണിറ്റർ ചെയ്തില്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഭാവിയിൽ ഉണ്ടാവും. കുട്ടികൾ എല്ലാത്തിനോടും എക്സ്പോസ്ഡ് ആണ്. അവിടെ ഒരു വ്യൂവർ ഡിസ്ക്രിഷനും ഇല്ല. പാരന്റ്സിന്റെ യൂട്യൂബിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ സൈറ്റിൽ നിന്നൊക്കെ ആയിരിക്കും കുട്ടികളും പലപ്പോഴും ഇത് ലോഗിൻ ചെയ്യുന്നതും കാണുന്നതും ഒക്കെ. അപ്പൊ അവിടെ യാതൊരു ഇപ്പൊ ചില കുട്ടികൾക്കായിട്ടുള്ള യൂട്യൂബ് ഉണ്ട്, പക്ഷെ അതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ പാരന്റ്സ് കുട്ടികൾക്ക് വെച്ചു കൊടുക്കുന്നതും. അല്ലെങ്കിൽ ഇപ്പൊ വെച്ചു കൊടുക്കണം എന്ന് പോലും ഇല്ല, കുട്ടികൾ തന്നെ എടുത്ത് കാണുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോ കാണുന്നത്. ഒരു കുട്ടിയുടെ ആദ്യത്തെ സുരക്ഷിതമായ ഇടം കുടുംബമാണ്. എന്നാൽ മാതാപിതാക്കന്മാർ തമ്മിലുള്ള നിരന്തരമായ വഴക്കുകൾ, വേർപിരിയൽ, വിവാഹമോചനം, കുടുംബത്തിലെ അവഗണന, കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കാത്ത സാഹചര്യം എന്നിവ അവരുടെ മനസ്സിൽ ഏകാന്തതയും അരക്ഷിതാവസ്ഥയും കടുത്ത അപകർഷതാബോധവും സൃഷ്ടിക്കാനുള്ള സാധ്യതകളുണ്ട്. അത്തരം സാഹചര്യത്തിൽ സ്നേഹവും ശ്രദ്ധയും തേടുന്ന കൗമാരക്കാർ ചിലപ്പോൾ കുടുംബത്തിന് പുറത്തുള്ള ബന്ധങ്ങളിൽ അമിതമായി ആശ്രയം കണ്ടെത്തുന്നു. സോഷ്യൽ മീഡിയയിലൂടെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും പരിചയപ്പെടുന്ന ആളുകളോട് പെട്ടെന്ന് ചങ്ങാത്തം കൂടുകയും അവർ ആരാണെന്ന് പോലുമുള്ള അനിവാര്യമായ ധാരണയില്ലാതെ വിശ്വാസം സ്ഥാപിക്കുകയും ചെയ്യുന്ന അപകടകരമായ പ്രവണത ഉടലെടുക്കുകയാണ്. തെറ്റായ സൗഹൃദങ്ങളും ചൂഷണപരമായ ബന്ധങ്ങളും അവരുടെ പഠനത്തെയും മാനസിക വളർച്ചയെയും ഭാവിയെയും ബാധിക്കുകയും വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്യാം. ജോലി ചെയ്യാനും പണമുണ്ടാക്കാനും മറ്റുള്ളവരുടെ മക്കളെക്കാൾ തങ്ങളുടെ മക്കൾ മെച്ചപ്പെട്ട നിലയിൽ ജീവിക്കാൻ വാശിയോടെ കാര്യങ്ങൾ തരപ്പെടുത്തി കൊടുക്കുന്നതിനും അപ്പുറത്ത് അവരെ സ്നേഹിക്കുവാനും കെട്ടിപ്പിടിച്ച് അവരുടെ നെറ്റിയിൽ ഒരു വാത്സല്യ ചുംബനം നൽകുവാനും കുട്ടികളുമായി ദിവസവും കുറച്ച് സമയമെങ്കിലും സൗഹൃദപരമായി സംസാരിക്കുവാനും സമയം കണ്ടെത്തേണ്ടതുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളെ ഉടൻ കുറ്റപ്പെടുത്തുകയോ പരിഹസിക്കുകയോ ചെയ്യാതെ കേൾക്കുകയും കുട്ടികളുടെ സുഹൃത്തുക്കളെ മാതാപിതാക്കൾ പരിചയപ്പെടുകയും അവരുടെ ഓൺലൈൻ ഇടപാടുകളെ കുറിച്ച് പ്രായത്തിന് അനുയോജ്യമായ രീതിയിൽ ശ്രദ്ധ പുലർത്തുകയും വേണം. എല്ലാറ്റിനും ഉപരിയായി ആധ്യാത്മികതയും ഈശ്വര സേവാധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കേണ്ടതിന്റെ അനിവാര്യതയും അവരെ ബോധ്യപ്പെടുത്തുകയും അത്തരം ജീവിതശൈലി മാതാപിതാക്കൾ അവർക്ക് കാട്ടിക്കൊടുക്കുകയും വേണം.
നിയന്ത്രണത്തെക്കാൾ വിശ്വാസവും തുറന്ന ആശയവിനിമയവുമാണ് ഇവിടെ അനിവാര്യമായി മാറിയിരിക്കുന്നത്. കൗമാരത്തിൽ കൂട്ടുകാരുടെ സ്വാധീനം വളരെ ശക്തമാണ്. ജിജ്ഞാസ, കൂട്ടുകാരുടെ സമ്മർദ്ദം, പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം, സ്വയം തെളിയിക്കാനുള്ള ആഗ്രഹം തുടങ്ങിയ കാരണങ്ങളാൽ ചില കുട്ടികൾ ലഹരി വസ്തുക്കളിലേക്ക് ആകർഷിക്കപ്പെടാം. ഒരിക്കൽ പരീക്ഷിച്ചു നോക്കുന്നതിൽ നിന്ന് ആരംഭിക്കുന്ന ശീലം പിന്നീട് ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് വളരാനുള്ള സാധ്യതകളുണ്ട്. ലഹരി ഉപയോഗം പഠനത്തെയും ആരോഗ്യത്തെയും കുടുംബ ബന്ധങ്ങളെയും ബാധിക്കുകയും കുട്ടിയുടെ ഭാവിയെ തന്നെ അപകടത്തിലാക്കുകയും ചെയ്യും. സംസ്ഥാനത്തെ പ്രമുഖ സ്കൂളുകളും കോളേജുകളും ഒക്കെ കേന്ദ്രമാക്കി ലഹരി വ്യാപാരം ശക്തമാകുന്നു എന്നുള്ളതിന്റെ നടുക്കുന്ന തെളിവുകൾ കഴിഞ്ഞ നാളുകളിൽ പുറത്തു വന്നിട്ടുണ്ട്. നാർക്കോട്ടിക് എന്ന ഭീകരതയെ മറ്റു കുട്ടികളുടെ ഭാവിയെ തച്ചുടയ്ക്കുന്നതിനുള്ള ആയുധമായി പോലും കൈകാര്യം ചെയ്യുന്ന ചില ഭീകരന്മാരെ കുറിച്ചും തെളിവ് സഹിതമുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിലെ മെട്രോ നഗരങ്ങളിലെ ഹോട്ടലുകളിൽ നടക്കുന്ന ലഹരി പാർട്ടിയും ഹാലോവീൻ ആഘോഷങ്ങളും എല്ലാം ഈ ലഹരി ഭീകരതയുടെ വലിയ അനന്തരഫലങ്ങളായിട്ട് വേണം കാണാൻ. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ കുട്ടിയുടെ പെരുമാറ്റത്തിൽ പെട്ടെന്നുള്ള മാറ്റം, പഠനത്തിൽ താല്പര്യം കുറയുക, പഴയ സുഹൃത്തുക്കളിൽ നിന്ന് അകന്ന് പുതിയ കൂട്ടുകെട്ടിലേക്ക് മാറുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ മാതാപിതാക്കൾ ശിക്ഷിക്കുന്നതിന് മുൻപ് കാരണം മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് അനിവാര്യമാണ്. ലഹരിയുടെ അപകടങ്ങളെക്കുറിച്ച് ഭയപ്പെടുത്തുന്ന രീതിയിലല്ല, ശാസ്ത്രീയവും പ്രായത്തിന് അനുയോജ്യവുമായ രീതിയിൽ ബോധവൽക്കരണം കുട്ടികൾക്ക് നൽകേണ്ടതുണ്ട് എന്ന് മറക്കരുത്. കുട്ടികൾക്ക് കായികം, കല, വായന, സാമൂഹ്യ പ്രവർത്തനം തുടങ്ങിയ ആരോഗ്യപരമായ താല്പര്യം വളർത്തുകയും അതിന് യോഗ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പ്രശ്നം ഗുരുതരമാണെന്ന് തോന്നിയാൽ അധ്യാപകരുടെയും കൗൺസിലർമാരുടെയും മറ്റ് യോഗ്യരായ വിദഗ്ധരുടെയും സഹായം തേടേണ്ടതുണ്ട് എന്ന് മറക്കരുത്. ഇന്നത്തെ കൗമാരക്കാരുടെ ജീവിതത്തിൽ സിനിമ, വെബ് സീരീസുകൾ, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ ഡിജിറ്റൽ മാധ്യമങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. അവ അറിവിന്റെയും വിനോദത്തിന്റെയും മികച്ച ഉപാധികളാണ് എങ്കിലും അക്രമം, ലഹരി, അപകടകരമായ പ്രവൃത്തികൾ, തെറ്റായ ജീവിത ശൈലി എന്നിവയെ ആകർഷകമായി അവതരിപ്പിക്കുന്ന ഉള്ളടക്കങ്ങൾ കുട്ടികളെ സ്വാധീനിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ രണ്ടു പക്ഷമില്ല. എന്നാൽ എല്ലാ തെറ്റായ പെരുമാറ്റങ്ങൾക്കും സിനിമയെയോ സോഷ്യൽ മീഡിയയോ മാത്രം കുറ്റപ്പെടുത്താനും ആകില്ല. കുടുംബ അന്തരീക്ഷം, വ്യക്തിത്വം, കൂട്ടുകാരുടെ സ്വാധീനം, സാമൂഹ്യ സാഹചര്യം എന്നിവയും ഒരുപോലെ പ്രധാനമാണ്. അതുകൊണ്ട് കുട്ടികളെ മാധ്യമങ്ങളിൽ നിന്ന് പൂർണ്ണമായി അകറ്റുക എന്നതല്ല പരിഹാരം. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള മാധ്യമ ബോധം വളർത്തുക എന്നതാണ് കൂടുതൽ പ്രായോഗികമായ വഴി. അതുകൂടാതെ കുട്ടികളുടെ സ്ക്രീൻ ഉപയോഗത്തിന് ആരോഗ്യകരമായ സമയക്രമം ഉണ്ടാക്കുകയും അവർ കാണുന്ന ഉള്ളടക്കത്തെക്കുറിച്ച് മാതാപിതാക്കൾ അവരുമായി സംസാരിക്കുകയും വേണം. ഒരു സിനിമയിലോ വീഡിയോയിലോ കാണുന്നതെല്ലാം യഥാർത്ഥ ജീവിതത്തിൽ അനുകരിക്കേണ്ടതല്ല എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തണം. വിദ്യാഭ്യാസപരവും സർഗാത്മകവുമായ ഡിജിറ്റൽ ഉള്ളടക്കങ്ങൾ ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. പുതിയ കാര്യങ്ങൾ അറിയാനും അന്വേഷിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും തുടങ്ങുന്ന കാലഘട്ടമായ കൗമാരത്തിൽ ലഭിക്കുന്ന എല്ലാ അറിവുകളും ഒരുപോലെ ശരിയായതോ പ്രയോജനകരമായതോ ആയിരിക്കണമെന്നില്ല. സോഷ്യൽ മീഡിയ, യൂട്യൂബ്, വിവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്ന വെബ്സൈറ്റുകൾ തുടങ്ങിയവയിലൂടെ കൗമാരക്കാർക്ക് വളരെ വേഗത്തിൽ പലതരം ആശയങ്ങളും വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. എന്നാൽ ശാസ്ത്രീയമായ അടിസ്ഥാനമില്ലാത്ത വിവരങ്ങൾ, തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോകൾ, അപൂർണമായ അറിവുകൾ, അതിരുകടന്ന ആശയ പ്രചാരണങ്ങൾ എന്നിവ കുട്ടികളുടെ ചിന്തകളിലും തീരുമാനങ്ങളിലും വലിയ സ്വാധീനം തന്നെയാണ് ചെലുത്തുന്നത്. ഒരു വിഷയത്തെക്കുറിച്ച് സമഗ്രമായി മനസ്സിലാക്കാതെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വിവരങ്ങളെ മാത്രം അടിസ്ഥാനമാക്കി കൗമാരക്കാരുടെ മനസ്സിൽ അപനിർമ്മിതികൾ ഉണ്ടാക്കുന്നത് തന്നെയാണ് ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും കാരണമായി മാറുന്നത്. അറിവ് നേടുന്നത് അനിവാര്യമാണ്, അതിനെ തടയുകയല്ല വേണ്ടത്. മറിച്ച് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള വിമർശനാത്മക ചിന്താശേഷി കുട്ടികളിൽ വളർത്തുകയാണ് അഭികാമ്യം. മാതാപിതാക്കളും അധ്യാപകരും കുട്ടികളുമായി തുറന്ന സംവാദം നടത്തുകയും വിശ്വസനീയമായ അറിവിന്റെ ഉറവിടങ്ങൾ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നത് അത്യുത്തമമായ കാര്യമാണ്. ഫോൺ ഉപയോഗിച്ച് കുട്ടി എന്താണ് കാണുന്നത് എന്നും ആരുടെ കൂടെയാണ് സമയം ചെലവഴിക്കുന്നത് എന്നും അവരുടെ ചിന്തകളിൽ എന്താണ് നടക്കുന്നത് എന്നും എന്താണ് അവരെ അസ്വസ്ഥരാക്കുന്നത് എന്നും ഏത് തരം വീഡിയോകളാണ് അവർ കാണുന്നത് എന്നും മാതാപിതാക്കൾ കണ്ടെത്തുക തന്നെ വേണം. കുട്ടിയുടെ കയ്യിൽ ഫോൺ നൽകുന്നതിന് മുൻപ് അവരുടെ മനസ്സിൽ മൂല്യങ്ങൾ നൽകുകയും ദൈവഭയത്തിലും സമൂഹത്തെ മാനിച്ചും ജീവിക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് പഠിപ്പിക്കാനും അക്രമത്തിന്റെ സംസ്കാരം പടരുന്നതിന് മുൻപ് മൂല്യങ്ങളുടെ സംസ്കാരം വളർത്താനും ശ്രദ്ധിക്കണം. ഇതുതന്നെയാണ് ഉണരേണ്ട സമയം. ഇല്ലെങ്കിൽ സഹതപിക്കാനേ നേരം കാണൂ. മാത്രമല്ല, വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ദുരന്തങ്ങൾ നമ്മുടെ കുടുംബങ്ങളെയും തേടി എത്തിക്കൂടാ എന്നില്ല. കൗമാരക്കാരെയും യുവാക്കളെയും വിവിധ ആശയധാരകളും ചിന്താഗതികളും സ്വാധീനിക്കുന്നത് സ്വാഭാവികമാണ്. ചില പ്രത്യയശാസ്ത്രങ്ങളുടെ നിലനിൽപ്പ് തന്നെ അത്തരത്തിൽ ചെറുപ്പക്കാരെ സ്വാധീനിച്ചുകൊണ്ടാണ്. എത്തീസം, ലിബറലിസം, സെക്കുലറിസം തുടങ്ങിയ ആശയങ്ങൾ ഉൾപ്പെടെ
സമൂഹത്തിൽ നിലനിൽക്കുന്ന ഓരോ ഇസങ്ങൾക്കും വ്യത്യസ്തമായ തത്വങ്ങളും കാഴ്ചപ്പാടുകളുമുണ്ട്. ഇവയെക്കുറിച്ച് വ്യക്തമായ അറിവില്ലാതെ ഭാഗികമായ വിവരങ്ങളിലൂടെയോ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഏകപക്ഷീയമായ പ്രചാരണങ്ങളിലൂടെയോ ധാരണകൾ രൂപപ്പെടുമ്പോഴാണ് ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് എന്ന കാര്യം മറക്കാനാകില്ല. എത്തീസം ദൈവവിശ്വാസത്തെ അംഗീകരിക്കാത്ത ചിന്താഗതിയാണ്. സെക്യുലറിസം ആകട്ടെ മതത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നു. ലിബറലിസം വ്യക്തി സ്വാതന്ത്ര്യത്തിന് അമിത പ്രാധാന്യം നൽകുന്നു. ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന വിധത്തിൽ ഈ ഇസങ്ങൾ കൗമാരക്കാരിൽ വലിയ സ്വാധീനമാണ് ഉണ്ടാക്കുന്നത്. അതിനാൽ കുടുംബത്തിന്റെ ആധ്യാത്മിക മൂല്യങ്ങളും വിശ്വാസങ്ങളും പരിചയപ്പെടുത്തുന്നതിനൊപ്പം വ്യത്യസ്ത ആശയങ്ങളെക്കുറിച്ച് ആരോഗ്യകരമായ സംവാദത്തിനുള്ള അവസരവും നൽകണം. അപ്പോഴാണ് കുട്ടികൾക്ക് സ്വന്തം നിലപാടുകൾ ഉത്തരവാദിത്വത്തോടെ രൂപപ്പെടുത്താൻ കഴിയുക. വഴിതെറ്റുന്ന കൗമാരത്തെ ഒരു വ്യക്തിയുടെ മാത്രം പരാജയമായി കാണാനാവില്ല. അതിനു പിന്നിൽ പലപ്പോഴും കുടുംബത്തിലെ പ്രശ്നങ്ങളും സ്നേഹത്തിന്റെയും ശ്രദ്ധയുടെയും കുറവും തെറ്റായ സൗഹൃദങ്ങളും ലഹരിയുടെ സ്വാധീനവും ഉത്തരവാദിത്വമില്ലാത്ത മാധ്യമ ഉപയോഗവും ഉൾപ്പെടെയുള്ള നിരവധി കാരണങ്ങളുണ്ട്. കുട്ടികൾക്ക് സ്നേഹവും ശ്രദ്ധയും നൽകുന്ന കുടുംബം, നല്ല സൗഹൃദങ്ങൾ വളർത്തുന്ന വിദ്യാഭ്യാസ അന്തരീക്ഷം, ലഹരിക്കെതിരെ ജാഗ്രത പുലർത്തുന്ന സമൂഹം, മാധ്യമങ്ങളെ വിവേകത്തോടെ ഉപയോഗിക്കാൻ പഠിക്കുന്ന മാതാപിതാക്കൾ, ഇവയെല്ലാം ചേർന്നാണ് സുരക്ഷിതമായ കൗമാരം രൂപപ്പെടുന്നത്. കൗമാരക്കാരെ ശിക്ഷിച്ച് മാറ്റി നിർത്തുകയല്ല, സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ശരിയായ വഴി കാട്ടുകയാണ് സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ന്യൂസ് സ്കാൻ സമാപിക്കുകയാണ്. ഇനി അടുത്തയാഴ്ച.